ഹൃദയ ചികിത്സയ്ക്കുള്ള സ്റ്റെന്റ് ആശുപത്രികൾക്ക് നൽകിയതിലെ കുടിശ്ശിക ആവശ്യപ്പെട്ട് വിതരണക്കാർ വീണ്ടും സർക്കാരിനെ സമീപിച്ചു. 158 കോടി രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. കമ്പനികൾ ഈ സ്റ്റെന്റ് നൽകുന്നത് നിർത്തിവെച്ചാൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങും എന്നതാണ് അവസ്ഥ. കുടിശ്ശിക തുക ഗഡുക്കളായി നൽകുന്നു എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം. 21 സർക്കാർ ആശുപത്രികളിലാണ് ആൻജിയോപ്ലാസ്റ്റി ചികിത്സ നൽകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇൻഷുറൻസ് പരിരക്ഷയിലൂടെയാണ് സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. റീഇംബേഴ്സ്മെന്റ് തുക സർക്കാരിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വിതരണക്കാർ പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് കൂടുതൽ തുക നൽകാനുള്ളത്, 35 കോടിയോളം രൂപ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി നൽകാനുള്ളത് 30 കോടി. മറ്റ് ആശുപത്രികളിലെ കണക്കുകൾ ഇങ്ങനെ: കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി 21 കോടിയും എറണാകുളം ജില്ലാ ആശുപത്രിയും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയും 14 കോടിയോളം രൂപ വീതവും നൽകാനുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ വരെയുള്ള 41 കോടി 34 ലക്ഷത്തി 16,232 രൂപ കുടിശ്ശിക നിലനിൽക്കുന്നുമുണ്ട്. പർച്ചേസിംഗിന് പകരം കൺസൈൻമെന്റ് വ്യവസ്ഥിതിയിലാണ് വിതരണ കമ്പനികൾ സർക്കാർ ആശുപത്രികളിൽ സ്റ്റെന്റ് വിതരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രോഗിക്ക് സ്റ്റെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ് സർക്കാരിൽ നിന്ന് തുക അനുവദിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യരംഗത്തെ അവശതയിലാക്കിയിട്ട് നാളുകൾ കുറേയായി. ഇത്തരം അവശതകളെ ചൂണ്ടിക്കാണിക്കുമ്പോഴൊക്കെ അത് സർക്കാർ വിരുദ്ധ നിലപാടായി മാത്രം കാണുവാനാണ് ആരോഗ്യവകുപ്പും മന്ത്രിമാരും ശ്രമിക്കുന്നത്. ഇത്തരം അവശതകളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ആരോഗ്യരംഗത്തെ ഒന്നാം സ്ഥാനത്തിന് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. ക്യാമറാമാൻ ബിബിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സാരംഗ് സുധാകരൻ തന്നെ ചേരുന്നു വിവരങ്ങളുമായി. സാരംഗ്, കേരളത്തെ സംബന്ധിച്ച ആരോഗ്യ മേഖലയിൽ വലിയ വലിയ പ്രതിസന്ധികളുടെ ഓരോരോ ദിവസം ഓരോരോ വാർത്തയായി വരുന്നുണ്ട്. ഇതിപ്പോൾ ആരോഗ്യ വകുപ്പ് ഈ സ്റ്റെന്റ് വിതരണ കമ്പനികൾക്ക് നൽകാനുള്ള തുക ഇനിയും നൽകിയില്ലെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കാൻ പോകുന്നത്? എത്രത്തോളം വലിയ പ്രത്യാഘാതമാവും ഉണ്ടാവുക? ശ്രീജ, തീർച്ചയായും ഇത്തരത്തിലൊരു വലിയൊരു തുക 158 കോടി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു വിതരണക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന രീതിയിലാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു കൺസൈൻമെന്റ് വ്യവസ്ഥിതിയിൽ ഈ ഒരു സ്റ്റെന്റ് വാങ്ങുമ്പോൾ ഇത്തരത്തിൽ രോഗികളിൽ നിന്നും പണം ഈ രോഗികൾക്ക് ചികിത്സയ്ക്ക് ശേഷം മാത്രമാണ് സർക്കാർ ഈ തുക അനുവദിക്കുന്നത്. അതായത് റീഇംബേഴ്സ്മെന്റ് വ്യവസ്ഥയിലാണ് ആശുപത്രികൾക്ക് ഇത്തരത്തിൽ ഒരു തുക അനുവദിച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു കാലതാമസം, ചെറിയൊരു കാലതാമസം തുടക്കം തൊട്ടേ ഉണ്ട്. അതിനുശേഷം ഇത്തരത്തിലൊരു വലിയ കാലതാമസം നേരിടുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മാത്രമല്ല, ഈ ഒരു സ്റ്റെന്റ് വിതരണക്കാർ ഇത്തരത്തിൽ ഈ ഒരു സ്റ്റെന്റ് വിതരണം അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരായ ജനങ്ങളെയായിരിക്കും കൂടുതൽ ബാധിക്കുക. അത്തരത്തിലൊരു രീതിയിലേക്ക് മുൻപും ഈ സാഹചര്യം മുന്നോട്ട് പോയിരുന്നു. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റും ഇത്തരത്തിലൊരു പ്രശ്നം മുൻപ് ഉണ്ടായിരുന്നു. അത് പിന്നെ പരിഹരിക്കുകയായിരുന്നു. സർക്കാരിന്റെ വാദം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗഡുക്കളായി പണം നൽകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും അധികം ഒരു കുടിശ്ശിക ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ശ്രീജ, ഇതിപ്പോൾ കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഒരു വലിയ വെല്ലുവിളി വന്നിരുന്നു. സ്റ്റെന്റ് വിതരണം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊരു പ്രതിസന്ധിയായിരുന്നു. പിന്നീടാണ് അത് പരിഹരിച്ചു പോകുന്നത്. ഇത്ര വലിയൊരു ബാധ്യതയുള്ളപ്പോൾ ഈ സ്റ്റെന്റ് വിതരണക്കാരുടെ ഒരു ഗ്രൂപ്പാണുള്ളത്, ഒരു കൺസോർഷ്യം പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ നിലപാട് എന്താണ്? എത്ര നാൾ അവർ ഇത് തുടർന്നു പോകും? അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവുമോ? അങ്ങനെയെങ്കിൽ അത് എപ്പോഴത്തേക്കാണ്? അവരുടെ ആലോചന എന്തൊക്കെയാണ്? നിലവിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കേരളത്തിൽ 21 ആശുപത്രികളിൽ, അതായത് 21 സർക്കാർ ആശുപത്രികളിൽ നിലനിൽക്കുന്നുണ്ട്. അവർ ഇത്തരത്തിൽ മുഴുവൻ കണക്കുകളും എടുത്തതിന് ശേഷമാണ് ഈ ഒരു 158 കോടിയുടെ ഒരു കണക്ക് പുറത്തേക്ക് വന്നത്. നിലവിൽ ഈ ഒരു കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പിനെയും പിന്നെ ആരോഗ്യമന്ത്രിയെയും നേരിട്ട് കാണാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവരെത്തിയിട്ടുള്ളത്. അതിനുശേഷമാകും മറ്റുള്ള നടപടികൾ. അതായത് ഇതിലൊരു തീരുമാനമായില്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റ് സമര പരിപാടികളിലേക്കും മറ്റും മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. ശ്രീജ.